ഇതാ India.com ഇന്നലത്തെ റിപ്പോർട്ട്. India.com ഇന്നലത്തെ റിപ്പോർട്ട്. ദുബായിൽ 8 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ ബാക്കിയുള്ളൂ. ദുബായിന്റെ കയ്യിൽ ഇനി ആകെ, ഞാൻ എന്ത് നിങ്ങളോട് പറയാം, ആരും പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇപ്പൊ യുദ്ധം നടന്ന എത്രയാണ്? ആകെ 8, 10, 12 ദിവസമേ ഉള്ളൂ. ഇത് India.com പ്രധാനപ്പെട്ട TRT വേൾഡ് പോലെ പ്രധാനപ്പെട്ട ലോകത്തെ വളരെ ഒതന്റിക്കായ റിപ്പോർട്ടുകൾ മാത്രം ഞാൻ എടുത്ത്. ഇപ്പൊ India.com ഇന്നലത്തെ തന്നെ ദുബായ് ഹാസ് ഓൺലി 8 days ഓഫ്. ആകെ 8 ദിവസത്തെ ഭക്ഷണം മാത്രമേ ആരെ കയ്യിലുള്ളൂ? എന്നാൽ ദുബായിൽ 8 ദിവസത്തേക്കുള്ള ഭക്ഷണം മാത്രമേ ബാക്കിയുള്ളൂ. ഇറാൻ യുദ്ധം തുടരുന്നതിനിടെ UAE വലിയ മുന്നറിയിപ്പ് നൽകുന്നു. UAE സൗദി അറേബ്യ മിക്ക ഗൾഫ് രാജ്യങ്ങൾ ഭക്ഷ്യാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇറക്കുമതി ആശ്രയിക്കുന്നു. UAE സൗദി അറേബ്യ മിക്ക ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷ്യാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇറക്കുമതി ആശ്രയിക്കുന്നു. ദുബായ് ഉൾപ്പെടെയുള്ള പല പ്രധാന നഗരങ്ങൾക്കും ഭക്ഷണത്തിന്റെ പ്രധാന ഭാഗം വിദേശത്താണ് വരുന്നത്, ടിന്നിൽ അടച്ചു വരികയാണ്. ഗൾഫ് സഹകരണ കൗൺസിലിന്റെ ഭക്ഷണത്തിന്റെ 70% കടന്നു പോകുന്ന ഇസ്രായേലിന്റെ അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് ഇറാൻ തടഞ്ഞ സുപ്രധാന ഷിപ്പിംഗ് ഇടനാഴിയായ ഹോർമുസ് കടലിടുക്കുക. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഭക്ഷണ സാധനത്തിന്റെ 70%, എണ്ണ മാത്രമല്ല, ഭക്ഷണത്തിന്റെ 70% വരുന്നതും ഏയിലാണ്, ഹോർമുസ് കടലിലേക്ക് വഴിയാണ്. മുടങ്ങിയാൽ എന്തോ? അതുകൊണ്ടാണ് അവർ തിരിച്ചടിക്കാത്തത്. തിരിച്ചടിക്കാൻ പോതില്ല അല്ല, ഇത് തിരിച്ചടിച്ച പ്രശ്നം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഒറ്റ ഞെക്കലുകൊണ്ട് തീർക്കണം. ആരെ? ഇറാൻ തീർക്കണം. അങ്ങനെ കഴിയൂല. എന്താ കരയുദ്ധം നടത്താത്തത്? എന്താ കരയുദ്ധം നടത്താത്തത്? എന്താ കരയുദ്ധം നടത്തിക്കൂടെ? കരയുദ്ധം നടത്തി തിരിച്ചു പോല. എന്താ ഇറാഖിൽ അമേരിക്ക കരയുദ്ധം നടത്തിയല്ലോ. ഇറാഖിൽ കരയുദ്ധം നടത്തി, സിറിയയിൽ കരയുദ്ധം നടത്തി. എവിടെ നടത്തിയിട്ടില്ല? ഇറാൻ നടത്തില്ല. എന്തുകൊണ്ട്? ഇറാനിൽ ഒരാൾ വന്നാൽ തിരിച്ചു പോല. അങ്ങനെയാണ് ആ ഭൂമി അല്ലാഹു തആല പ്രകൃതി സംവിധാനിച്ച്. അപ്പൊ എല്ലാ രാജ്യങ്ങൾക്കും സൈന്യത്തിനെ ഇറക്കിയിട്ട് ബലം ശരിയാക്കി കൂടെ? അത് നടക്കൂല. ചില മനസ്സിലായിട്ട് പറഞ്ഞ തന്ത്രപ്രധാനമായ ഭൂമി അങ്ങനെയാണ്. അതിന്റെ ഒരാൾ തിരിച്ചു പോകാൻ കഴിയില്ല, വന്നാൽ തിരിച്ചു പോല. അതുകൊണ്ടാണ് ഇറാനെ അടിക്കുമ്പോൾ ലോകം 100 വട്ടം ആലോചിക്കണം. മുമ്പ് ആരും ഇത് ചെയ്തിട്ടുമില്ല. പിന്നെ അവിടെ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, ഓക്കെ, അത് ചാരന്മാരെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കാം. എന്നിട്ട് അവിടുത്തെ ഭരണക്രമത്തെ മാറ്റാം, പുറത്തുനിന്ന് അറ്റാക്ക് ചെയ്യരുത്. അപ്പൊ അവിടെ ആഭ്യന്തര കലാപം ഉണ്ടായതുകൊണ്ട് ഹോർമുസ് കടലിടുക്ക് അടക്കൂലല്ലോ. അത് പുറത്തുനിന്നാവുമ്പോൾ അത് ചെയ്യും. കാരണം ഇന്ന് ലോകം മുഴുവനും ഈ യുദ്ധം ആരാണ് നേതൃത്വം നൽകുന്നത്? അമേരിക്ക, ഇസ്രായേൽ. അമേരിക്കൻ മേൽക്കോയ്മ അംഗീകരിക്കുന്നതാണ് ഈ രാജ്യങ്ങളും മൊത്തം രാജ്യങ്ങളും. അപ്പൊ സ്വാഭാവികമായും ഇത് കാരണം അവരത് നടക്കും. അവർക്ക് വലിയ നഷ്ടമുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, ഖത്തർ, ഒമാന്, UAE അടക്കമുള്ള രാജ്യങ്ങൾക്ക് വരുന്ന 70% ഭക്ഷണം ഇതിൽ വരും. എങ്കിൽ അതടച്ചാവുന്ന അവസ്ഥ എന്താണ്? ഇപ്പൊ ദുബായിയുടെ ഔദ്യോഗികമായ അവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് India.com കൊടുത്തത്. അവരുടെ കയ്യിൽ ഇനി എത്രയേ ഉള്ളൂ? 8 ദിവസത്തിന്റെ അത്ര ഭക്ഷണം അവരെ ഗോഡൌണിലില്ല. കഞ്ഞി കുടിക്കണമെങ്കിൽ കഞ്ഞിന്റെ അരി വേണ്ടേ, ബാക്കി വെള്ളം കൂട്ട. അപ്പൊ ഇത് തമാശയല്ല, ഇത് വലിയ പ്രശ്നമാണ്. ഒന്ന്, ഇനി ഇതിൽ വേറെ പ്രശ്നം വരും. ഇനിയിപ്പോ വരുന്ന പ്രശ്നം, ഇനി ഇതിൽ വേറെ പ്രശ്നം വരും. എന്ത്? ഇപ്പൊ ഭക്ഷ്യക്ഷാമം വരുന്നുണ്ട് അറിയുന്നതോടുകൂടെ എല്ലാവരും സൂപ്പർ മാർക്കറ്റിൽ ഒഴുകും. 2 പ്രശ്നം ഉണ്ടാവും, അവിടെ തല്ലടക്കും. ഇപ്പൊ കൊറോണ വന്ന, ലോക്ക്ഡൌൺ വന്നപ്പോ എന്തുണ്ടായിന്നറിയും? അമേരിക്കയിലെ ഏകദേശം സൂപ്പർ മാർക്കറ്റിൽ വൻ അടി നടന്നിട്ടുണ്ട്. കാരണം എന്ത് ചെയ്യും? ഈ വെച്ചത് മുഴുവനും അവര് ട്രോളിക്ക് വലിച്ചിടും. അപ്പൊ മറ്റൊരുത്തി മറ്റൊരുത്തൻ വന്നിട്ട് ഇങ്ങോട്ട് എടുക്കും, അതിൽ തല്ലി നടക്കും. ഇനി 2 പ്രശ്നം. ഒന്ന്, ഈ ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അവര് കടിപിടി കൂട്ടും കിട്ടാൻ വേണ്ടി. അപ്പൊ ചില ആളുകൾ അമിതമായി സ്റ്റോർ ചെയ്യും. ഈ അമിതമായ സ്റ്റോർ ചെയ്യുന്ന വില കൊടുത്ത് വാങ്ങുന്ന ഭക്ഷണ സാധനമാണെങ്കിലും യുദ്ധം അവസാനിക്കുന്നതോടുകൂടെ ഈ സാധനം ആവശ്യമില്ലാതാവും. അപ്പൊ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ലോസ് ആവും. സ്വാഭാവികം. മനസ്സിലായില്ല? അപ്പൊ യുദ്ധം നാളെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താവില്ല, ഈ സാധനം ഉപയോഗിക്കൂല. ഒക്കെ പൈസ ഉള്ളവരാണ്. അപ്പൊ ആ ഭക്ഷണ സാധനങ്ങൾ ലോകത്തിന് നഷ്ടപ്പെടും. ഇത് തമാശല്ല. ഇപ്പൊ ഉള്ള പ്രശ്നം എന്താ? ഇപ്പൊ നമ്മൾ ഗ്യാസ് തീരാൻ പോവുകയാണെന്ന് പറഞ്ഞോട് കൂടെ
ഇപ്പോൾ ഗ്യാസുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ വിളിച്ചു പറയും. ഇപ്പം ഗ്യാസുമായി ബന്ധപ്പെട്ട ഒരാൾ ഞാൻ നിന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്ത് ഗ്യാസ് കുറച്ച് വേഗമായി കുളിച്ചോ കേട്ടോ, ഗ്യാസ് ഉണ്ടാവില്ല. ഓനോടുള്ള ഇഷ്ടം കൊണ്ട് തിരിച്ചു പറഞ്ഞു. അപ്പോൾ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായി ജനങ്ങൾ എന്തിനോടും? ഗ്യാസിനോടും. അപ്പോൾ ഗ്യാസും സ്റ്റക്കായി പോകും. ഇപ്പോൾ ഗ്യാസ് സൈറ്റിൽ വേണ്ടി ബുക്ക് ചെയ്യുന്ന സൈറ്റ് ജാമ എന്ന് ഇന്നലെ ഇന്നും എന്നോട് ചില ആളുകൾ പറഞ്ഞു. സൈറ്റ് ബുക്ക് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? എല്ലാവരും സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യാണ്? ഗ്യാസ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എന്ന്. ഇപ്പം നിക്ഷേപകർ സ്വാഭാവികമായി ദുബായ് പോലത്തെ രാജ്യങ്ങളൊക്കെ നിലനിൽക്കുന്ന നിക്ഷേപങ്ങളൊക്കെ ഉണ്ടാകും, സാമ്പത്തിക ഉത്കണ്ഠ. GCC രാജ്യങ്ങൾ സാമ്പത്തികം മൊത്തം എണ്ണ വ്യാപാരവും വിനാശസഞ്ചാരവും അത് തകരും. ഇപ്പൊ ഭൂമിശാസ്ത്രമായി ഇറാനോ വളരെ അടുത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ UAE, ഒമാൻ പോലത്തെ ഒരു യുദ്ധമുണ്ടായ പ്രത്യേകിച്ച് അതിർത്തികളെ ബാധിക്കുന്ന പേടി ജനങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് മാനസിക പ്രതിസന്ധി ഉണ്ടാവും. ഇപ്പോൾ എവിടെ ഒരു സുഖമില്ലാത്തൊരവസ്ഥ. നമ്മളെപ്പോലെയല്ല അറബികളെ സംബന്ധിച്ച് ഇപ്പം ആധുനിക അറബികൾക്ക് മാനസിക രോഗം പെട്ടെന്നുണ്ടാവും. എന്തുകൊണ്ട്? അവർ സുരക്ഷിതരായി കഴിയാണ്. ഇപ്പൊ ഇറാനിലെ ജനങ്ങൾക്കൊരു മാനസിക രോഗം ഇനി ഉണ്ടാകില്ല. അവർക്ക് ഉണ്ടാകാവുന്നത്ര മാനസിക രോഗം ഈ 10-40 കൊല്ലം കൊണ്ട് ഉണ്ടായി കഴിഞ്ഞു. ഇനി അവർക്ക് ഒന്നും ഉണ്ടാകില്ല. അറബ് രാജ്യങ്ങൾ സുരക്ഷിതരായി കഴിയാണ്. അതുകൊണ്ട് എന്താണ് യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം, എല്ലാ ശബ്ദവും അവർക്കെതിരാണെന്ന് അവർ വിചാരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ആ അവസ്ഥയാണ് വരിക. സുരക്ഷിതരായി കഴിഞ്ഞവർക്ക് പ്രശ്നമാണ്. അപ്പൊ അതിർത്തി പ്രദേശങ്ങളിൽ യുദ്ധം ഉണ്ടായ സാധാരണ ജനജീവിതം നടക്കും. കേരളത്തിൽ യുദ്ധം ഉണ്ടായാലോ? ഇപ്പൊ ശ്രീലങ്ക, പക്ഷെ നമ്മളെ കാക്കട്ടെ, ശ്രീലങ്കക്ക് ഒരു യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും അടിക്കാവുന്ന നാട് ഇന്ത്യയിലെ നാടേതാ? കേരളം. നമ്മളൊരു യുദ്ധം ഇല്ലാത്തതുകൊണ്ടല്ലേ. അപ്പൊ നമ്മൾക്ക് കാലം വരെ എന്തില്ല, നമ്മൾക്ക് കാർഗിൽ യുദ്ധം ഉണ്ടായി പറഞ്ഞാൽ അതൊരു ചുരുക്കാണ്. വല്യാപ്പാരൊക്കെ രാവിലെ പത്രത്തിട്ട് കുട്ടികളോട് പിന്നെ യുദ്ധം എന്തായി ഒന്ന് നോക്ക്, അങ്ങനെയല്ലേ പറയാം. അങ്ങനെ അവിടെ കൊന്നു, ഇവിടെ മിസൈലിട്ടു, അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി, 10 ആൾക്കാർ മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവരതങ്ങനെ പിന്നെ പീടിയിൽ പോയിട്ട് മൂപ്പര് പീടിയിലെ വക കുറെ ലക്ഷം അടിച്ചു വിട്ടിരിക്കും. എന്തുകൊണ്ട്? ഇവർക്ക് ഇത് എന്താണ്? സ്ഥിതി വിവരക്കണക്ക് മാത്രമാണ്, ഇത് അനുഭവിക്കണില്ല. അത്ര ആളുകൾക്ക് ഒരു യുദ്ധം ഉണ്ടായ ഒരു സുരക്ഷിതരായി കഴിഞ്ഞുകൂടുന്ന ജനങ്ങളാണ് അറബികൾ, പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് അറബികളൊക്കെ. അവർ മാനസിക രോഗം അധികരിക്കും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ വഴി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഓഹരി വിപണി തകരും, എന്താ പറയുക, ഇങ്ങനെയുള്ള വലിയ 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 നഷ്ടങ്ങളുണ്ടാവും. അപ്പോൾ എന്താ ബംഗ്ലാദേശ് ഷട്ട്സ് യൂണിവേഴ്സിറ്റീസ്, ലിമിറ്റ്സ് ഫ്യൂവൽ സെയിൽ, അതായത് എണ്ണ വിൽപ്പന കുറയ്ക്കണം. കാരണം എണ്ണയിൽ വലിയ ഷോർട്ടേജ് വന്നു ഇറാൻ യുദ്ധം കാരണം. അതുകൊണ്ട് അവർ എന്ത് ചെയ്യാണ്? ബംഗ്ലാദേശ് ഷട്ട്സ് യൂണിവേഴ്സിറ്റികളൊക്കെ അടക്കുകയാണ്. എന്ത്? ബംഗ്ലാദേശ് യൂണിവേഴ്സിറ്റി ഒക്കെ അടക്കുകയാണ്. കാരണം അവർക്കിനി മുന്നോട്ട് പോകാൻ കഴിയൂല. അതുകൊണ്ട് അവർ യൂണിവേഴ്സിറ്റി അടച്ചു കഴിഞ്ഞു. 2 ആഴ്ച ആയിട്ടുള്ളൂ. പിന്നെ ആ തൊഴിൽ രംഗത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഒരു മാസം 1.5 ലക്ഷം ഇന്ത്യക്കാരാണ് ഗൾഫിലേക്ക് പുതിയതായി പോകുന്നത്. 1.5 ലക്ഷം ഇന്ത്യക്കാരെങ്കിലും പുതിയതായി ഇന്ത്യയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നുണ്ട്? ഗൾഫ് പോകുന്നുണ്ട്. 1.5 ലക്ഷം പുതിയത് വന്നോലും തിരിച്ചു പോകല്ല. പുതിയതായി 1.5 ലക്ഷം ഇന്ത്യക്കാരെങ്കിലും പുതിയതായി എങ്ങോട്ട് പോകുന്നുണ്ട്? ഏതെങ്കിലും ഗൾഫ് നാട്ടിലേക്ക് പോകുന്നുണ്ട്. അവർ വഴിയൊക്കെ വരുമാനം വരുന്നുണ്ട്. നമ്മളെ കയ്യിലൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ വിദേശ നാണയങ്ങളാണ് സത്യത്തിൽ നമ്മളെ എക്കണോമിയുടെ GDPയുടെ ബേസ്മെൻറ്റ്. അത് തകർന്നാൽ അപ്പം അരി അവിടെ ഉണ്ടായിട്ട് കാര്യമല്ല. അരി പീടിയിലുണ്ട്. നമുക്ക് എന്തില്ല? നമുക്ക് പൈസ ഇല്ല, വാങ്ങാൻ പൈസ ഇല്ലാതെ അവിടുത്തെ പൈസ ഇങ്ങോട്ട് വരുന്നില്ല. പോക്ക് വരവ് നടക്കണില്ല. ഒരു പണി അറിയില്ല. ചിലർക്ക് ആകെ എന്ത് പണി അറിയുള്ളൂ? ഗൾഫ് പോക്കറിയും. വേറെ പണി നമ്മളോട്ട് എടുക്കൂല. അത് നമുക്ക് മാനക്കേടാണ്. പണിയില്ലാത്തതുകൊണ്ടല്ല, റിയൽ എസ്റ്റേറ്റ് നിലവിൽ തന്നെ തകർന്നു. ഇപ്പൊ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ് എന്ത്? കുപ്പായിട്ട് പുറത്തിറങ്ങുക. നമ്മുടെ നാട്ടിലെ ജനങ്ങളിലെ വലിയൊരു ശതമാനത്തിന്റെയും ജീവിത വരുമാനം എന്താ? നല്ല വെള്ളിയും കുപ്പായിട്ട് ഒരു തൊപ്പിയും കൂടി ഇട്ടാൽ ശരിയായി. എങ്ങനെയെങ്കിലും എന്താ പറയാ, മുസല്ലിൽ വരച്ചിട്ട് നിസ്കാരത്തായ്മ കൂടി ഉണ്ടാക്കി വെച്ചാൽ ഈ മാന്താരിയായി. ഞാൻ പുറത്തിറങ്ങിയാൽ പോലെ എന്ത് നടക്കാം? റിയൽ എസ്റ്റേറ്റ് കാര്യമായ കച്ചവടം. അങ്ങനെ കുറേ ഒരു കച്ചവടം നടക്കും. അത് മതി. ഒരു കച്ചവടം മതിയൊക്കെ നടന്നാൽ ആ കച്ചവടത്തിന്റെ നിയമമുണ്ട്. ഇപ്പോൾ 2.5%, 1% എന്താ അങ്ങനെ എന്താ പറഞ്ഞാൽ മതി. 2%, 2%, 1 രൂപ, 4%. 4% ഇവർക്കുള്ളതാണ്. ഇന്ന് എന്തുകൊണ്ട് കച്ചവടം നടക്കണ്ടേ? ആ കച്ചവടം നടക്കൂല. കച്ചവടം നടക്കണമെങ്കിൽ പൈസ വേണ്ടേ? അപ്പൊ നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാണ് എന്ത്?
റിയൽ എസ്റ്റേറ്റ് നടക്കൂല, ഒന്നും നടക്കൂല, റേഷൻ നടക്കൂല. അപ്പോൾ വീണ്ടും അത് നമ്മുടെ GDP തകരാൻ കാരണമാവും. നമ്മളെ വരുമാനം, ചില്ലറ വ്യാപാരം, എല്ലാ മേഖലയും തകരും. എല്ലാം നാട്ടിലെ ചെറിയ പെട്ടിക്കട മുതൽ കുട്ടികളെ പഠനം, പ്രായമായ ചികിത്സ, ഇതൊക്കെ ബാധിക്കും. ചികിത്സിക്കണമെങ്കിൽ പൈസ ഉണ്ട്. അതായത് നമ്മളെ ഇത് ബാധിക്കാത്തൊരു മേഖല ഉണ്ടാവില്ല. ഇതൊക്കെ ഞാൻ പറയാൻ കാരണമുണ്ട്. ഞാൻ ലാസ്റ്റ് പറയാം ഇതൊക്കെ പറയാനുള്ള കാരണം. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത ദിവസം വരെ ഇറാൻസ് ഫോറിൻ മിനിസ്റ്റർ റിജക്ട്സ് കാൾസ് ഫോർ എ സീസ് ഫയർ. വെടി നിർത്തലിനെ കുറിച്ചുള്ള നിർദ്ദേശം അവർ നിരസിച്ചു. We need to continue fighting for the sake of our people. ഞങ്ങളുടെ ജനങ്ങളുടെ താല്പര്യം യുദ്ധത്തിലൂടെ മാത്രമേ നടപ്പിലാകൂ. അതുകൊണ്ട് വെടിനിർത്തലിൻ്റെ ഒരു വർത്താനം ഞങ്ങളോട് പറയണ്ട. അപ്പം നിങ്ങൾ യുദ്ധം നിർത്തിയാലേ ഞങ്ങളായി ആദ്യം വെടിനിർത്തൽ ഉണ്ടാവൂല. ഇതാണ് അവരുടെ ഫോറിൻ മിനിസ്റ്റർ ഈ അടുത്ത ദിവസം പ്രസ്താവിച്ചത്. അമേരിക്ക പറഞ്ഞു ഇറാന് തകർന്ന് തരിപ്പണായിട്ടുണ്ട്. അതേസമയത്ത് ഇറാൻ എന്ത് പറഞ്ഞു? ഇറാൻസ് ഫോറിൻ മിനിസ്റ്റർ റിജക്ട് കാൾ ഫോർ സീസ് ഫയർ, അതായത് വെടിനിർത്തൽ പൂർണ്ണമായും അവർ റിജക്റ്റ് ചെയ്തു. വി നീഡ് ടു കണ്ടിന്യൂ ഫൈറ്റിംഗ്. ഞങ്ങൾക്ക് യുദ്ധം നീണ്ടുപോകലാണ്. അത് സത്യമല്ലേ? യുദ്ധം നീണ്ടുപോയാൽ ലാഭമായിരിക്കും. യുദ്ധം നീണ്ടുപോയാൽ ലാഭമാർക്ക് ഇറാന്. അതെങ്ങനെ? യുദ്ധം നീണ്ടുപോയാൽ ഈ ഏരിയയിലെ രാജ്യങ്ങൾക്ക് വൻ തകർച്ച ഉണ്ടാവും. അപ്പോൾ ഒരു പാഠം പഠിക്കും. എന്തവർ ലോകത്തൊരു കാലത്തും ഇനി ഇറാനുമായി ഒരു യുദ്ധം വേണ്ട തീരുമാനിക്കും. അവർ സുരക്ഷിതമായി. ഞങ്ങളെ പീപ്പിളിന്റെ സുരക്ഷിതത്വം യുദ്ധം നീണ്ടുപോലാണ്. ഞങ്ങൾ ഒരു സീസ് ഫയറിനും ഒരു വെടിനിർത്തലിനും ഞങ്ങൾ തയ്യാറല്ല. അവരുടെ ഫോറിൻ മിനിസ്റ്ററുടെ അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് അത് നിങ്ങൾ ആലോചിച്ച്, അത് സത്യമാണല്ലോ അവർ പറയുന്നത്. ഇപ്പം 2 ആഴ്ച കൊണ്ട് തന്നെ ദുബായ് പോലത്തെ രാജ്യത്ത് 8 ദിവസത്തെ ഭക്ഷണം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ എന്താ അവസ്ഥ? അപ്പൊ ആ കുറച്ച് നിങ്ങൾ യുദ്ധം നീണ്ടുപോകണം. ഈ രാജ്യത്ത് മുഴുവൻ ആഭ്യന്തര കലഹമുണ്ടാവും. കാരണം ജനങ്ങൾക്ക് ജീവിക്കണ്ടേ, സൗകര്യങ്ങൾ വേണ്ടേ, ജനങ്ങൾക്ക് ജീവിക്കണ്ടേ.